എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിജയലക്ഷ്മിയോട് ഗോവിന്ദ് പറഞ്ഞു, എനിക്കൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാണ്ട്, ഒന്ന് പുറത്തേക്ക് വരാനും പറഞ്ഞു കൂട്ടിക്കൊണ്ടും കൊണ്ട് പോവാണ്. ഈ സമയം ഗീതു പറഞ്ഞു ചെല്ല് എന്നും പറഞ്ഞിട്ട് ഗീതു പറയുന്നുണ്ട്. അങ്ങനെ വിജയലക്ഷ്മി ആ കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയം ഗീതു അകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെന്നപ്പോ രഞ്ജു വന്നിട്ട്, ആഹാ ഇതെപ്പോ വന്നെന്ന് ചോദിക്കണം. പതുക്കെ പറ, എന്താ കാര്യം? എന്താ? ഞാൻ മാത്രമല്ല ഗോവിന്ദേണ്ണൻ വന്നിട്ടുണ്ടെന്ന് പറയാം. ആഹാ കൊള്ളാലോ, സർപ്രൈസ് ആയിരിക്കുന്നല്ലോ എന്ന് പറയണം. എന്ത് പറ്റി? ഇവിടെ എന്താ ഇങ്ങനെ പമ്മിന്ന് നോക്കുന്നേ? ഞാൻ ചില ഡ്രാമകളൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് പറയാം. ഡ്രാമകളോ? എന്ത്? അതൊക്കെയുണ്ട്. എന്ത് പറ്റി? അവരെന്ത് ചെയ്തു? ഗോവിന്ദേണ്ണൻ എന്ത് ചെയ്യുന്നു ചോദിക്കാം. ദേ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ട്, എന്തോ കാര്യം സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടോ സംസാരിക്കുന്ന ഒച്ചയൊന്നും കേൾക്കണില്ലോ. മിക്കവാറും ബാബാവിനെയും ആയിരിക്കും കൂടുതൽ, അല്ലാതെ വേറൊന്നും കാണത്തില്ല. ആംഗ്യഭാഷയിലായിരിക്കും സംസാരം കൂടുതൽ. അവർ രണ്ടുപേരും അല്ലേ. ആ ആംഗ്യഭാഷ നമുക്കൊന്ന് അവസാനിപ്പിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുവാന്ന് പറയാം. പിന്നീട് രഞ്ജു പറഞ്ഞു, ബാ നമുക്ക് ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് ഗീതനെ വിളിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം വിജയലക്ഷ്മി ചോദിച്ചല്ല, കുറെ സമയമായല്ലോ നീ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഇതുവരെയായിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലോ എന്ന് പറയാം. എന്നാ നീ എന്റെ മുഖത്ത് നോക്കാൻ തിരിഞ്ഞിരിക്കണേന്ന് ചോദിക്കുക. എനിക്ക് കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കണമെന്നൊന്നുമില്ല. ഓ ഇനിയിപ്പൊ എന്റെ മുഖത്ത് നോക്കിയാല് ദേഷ്യത്തിന് മഞ്ഞുരുകിയാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം. പിന്നെ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോ എനിക്ക് വരുന്ന ദേഷ്യം വരുന്നേ, കലി അടക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മുഖത്ത് നോക്കാത്തെന്ന് പറയാം. ഈ സമയം വിജയലക്ഷ്മി മനസ്സിൽ പറയാം, പണ്ടത്തെ ആ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല, ഇങ്ങനെ തന്നെയായിരുന്നു മുമ്പും, ചെറുതിലെ ഇങ്ങനെ തന്നെയായിരുന്നു. ആ മുഖം നോക്കി നിപ്പുള്ള മട്ടും പിണങ്ങിയിട്ടൊരു നിപ്പൊക്കെ ഉണ്ട്, അത് അതേപടി തന്നെ ഇനി ഇപ്പോഴും ഉണ്ട്. ഇനി എന്നായിരിക്കും എന്റെ കള്ളക്കണ്ണ നീ എന്റെ അരികിലേക്ക് അതേപോലെ തന്നെ ഒന്ന് വരുന്നേ? രാധികാമ്മയുടെ കുതന്ത്രത്തിൽ വീണു പോയിരിക്കോ നീ? എന്നെങ്കിലും ഒരു ദിവസം നീ നിന്റെ അമ്മേനെ തിരിച്ചറിയുവോ? ഒരു പക്ഷേങ്കില് ചിലപ്പോൾ ഞാൻ മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കാര്യം നടക്കുവോ? അങ്ങനെ നൂറ് ചിന്തകളൊക്കെ വിജയലക്ഷ്മിയുടെ ഉള്ളിലുണ്ടാവുന്നുണ്ട്. പിന്നീട് ഗോവെന്ന് പറഞ്ഞു, ഞാൻ വിളിച്ചത് വേറൊന്നിനുമല്ല, ധ്യാന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാന്ന് പറയാം. ധ്യാന്റെ കാര്യമോ? ധ്യാന്റെ കാര്യം എന്ത് കാര്യം സംസാരിക്കാനുള്ള? അറിയാലോ, അവന് കാനഡയിലെ ജോലി റിസൈൻ ചെയ്ത് ഇവിടെ വന്ന് അവന് ജോലി വേണമെന്നുണ്ട്. പക്ഷേങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈസ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അവൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ? അവന് കുറച്ച് പൈസ കൊടുക്കുവാണെങ്കിൽ ഒരു കാരണവശാലും അവൻ രഞ്ജുവിനെ സ്വീകരിക്കുന്നതുകൊണ്ട് അവനൊരു നഷ്ടമാണെന്ന് അവന് തോന്നരുതെന്ന് പറയാം. ഇത് കേട്ടൻ വിജയലക്ഷ്മി പറഞ്ഞു, ഇപ്പം ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിനക്ക് ഇതുവരെയായിട്ട് ആൾക്കാരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന്. ധ്യാനം നീ ഇങ്ങനെയാണ് കരുതി വെച്ചിരിക്കുന്നത്, പൈസ കൊടുത്ത് അവനെ വിലക്ക് വാങ്ങാന്നാണോ? വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അവൻ രഞ്ജുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പണത്തിന് വേണ്ടിയിട്ടല്ല അവൻ രഞ്ജുവിനെ സ്നേഹിക്കുന്നത്, അല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധം പോലും നിനക്ക് ഇല്ലാതെ പോയല്ലോ. അതെ, ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ നീ അവനെ മനസ്സിലാക്കിയെന്ന. വെറും തെറ്റിദ്ധാരണ മാത്രമെന്ന് എനിക്ക് മനസ്സിലായി. ഈ കാര്യത്തിലല്ലോ, എല്ലാ കാര്യത്തിലും നീ ഇങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗോവിന്ദനൊരു അടി കിട്ടിയോലെ പോയി. ഗോവിന്ദ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. അത് നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താ? എന്താന്നോ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ധ്യാനിന്റെ അടുത്തേക്ക് ഇന്ന് ധ്യാനിപ്പോ സ്വീകരിക്കുമെന്നാണോ? അല്ല, ഞാൻ കൊടുക്കാന്നാന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ ഷെയറിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുന്നതാന്ന് വിചാരിച്ചു, നിങ്ങളുടെ മകൾക്ക് കൊടുക്കുന്നതായിട്ട്. അപ്പൊ കുഴപ്പമില്ല. അതൊന്നും ഒരു കാരണവശാലും അവൻ സ്വീകരിക്കാൻ പോകുന്നില്ല. ഞാൻ അവനെ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ തന്നെയാണ് അവന്. പിന്നെ അവന് ആവശ്യം ഒരു ജോലിയാണ്. അവൻ അവിടെ കാനഡയിലെ ജോലി റിസൈൻ ചെയ്ത് വന്നിട്ട് അവൻ ഇവിടെ ഒരു ജോലി വേണം, അതാണ് അവന് ആഗ്രഹിക്കുന്ന കാര്യം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് അത്ര പെട്ടെന്ന് അങ്ങനെ ജോലി കിട്ടുന്ന കാര്യമാണ്? കാനഡയിലെ കമ്പനിയിൽ ജോലി റിസൈൻ ചെയ്യാതെ ഇവിടെ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികൾ അവന് ജോലി കൊടുക്കുമോ? കാരണം അങ്ങനെയല്ലേ, അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ട വിജയലക്ഷ്മി പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ? പേജിങ് കമ്പനിയുടെ ചെയർമാനും ഇങ്ങനെ തന്നെയാണോ പറയണേന്ന് ചോദിക്കുക. അല്ല, എന്റെ കമ്പനി കൊടുക്കാന്ന് വെച്ചാൽ അവനത് സ്വീകരിക്കത്തില്ലോ. ഞാൻ അവനോട് ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞ, പക്ഷെ അവനെ സ്വീകരിക്കാനായിട്ട് കൂട്ടാക്കില്ല. അല്ല, കമ്പനി വേണ്ട, അല്ലാതെ ഏജിഎം കമ്പനിയുടെ ചെയർമാന് വേറൊരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടോ ഞാൻ പെട്ടെന്ന് ഗോവിന്ദന് കത്തി. ഗോവിന്ദ് ചോദിച്ചു, അല്ല അവൻ ഏതെങ്കിലും കമ്പനിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. 1-2 കമ്പനി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ പേരെന്തോ ഞാനും കൂടെ മറന്നുപോയി. പിന്നെ ഒരു കമ്പനിയുണ്ട്, മറ്റേ കർണാടക മിനിസ്റ്ററിന്റെ മോൻ നടത്തുന്ന ഏതൊരു കമ്പനിയുണ്ട്. അപ്പൊ ആ കമ്പനിയിൽ അവന് ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല. അപ്പൊ ഈ ജോലി റിസൈൻ ചെയ്തിട്ട് പറഞ്ഞെന്നാ പറഞ്ഞെന്ന് തോന്നുന്നേ. ശരി ഓക്കെ. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവനോടോ രഞ്ജിയോടൊന്നും പറയാൻ പോകണ്ടെന്ന് പറയാണ് വിജയലക്ഷ്മിയോട്. ഞാൻ ഇനിയിപ്പോ പറയാനൊന്നും പോകുന്നില്ലെന്ന് വിജയലക്ഷ്മി പറയുകയും ചെയ്തു. ഈ സമയത്ത് അകത്ത് ചായ വെച്ചോണ്ടിരിക്കുവായിരുന്നു രഞ്ജു. അങ്ങനെ രഞ്ജു ചായ വെച്ചോണ്ടിരുന്ന് വെച്ചു, അല്ല എങ്ങനെയുണ്ട് ഇപ്പം അമ്മയും മോളുമായിട്ട്? എന്ത് ചെയ്യാനാ, എന്നെ ഇട്ടിട്ട് പോകാനായിട്ട് അമ്മയ്ക്ക് ഭയങ്കര മടിയാന്ന് പറയാണ്. എന്താ അങ്ങനെ? അമ്മ ഇപ്പൊ പല പ്രോഗ്രാമുകളും വേണ്ടെന്ന് വെക്കുവാന്നേ.
ബാംഗ്ലൂരും അവിടുന്ന് ഇവിടുന്ന് എല്ലാം കോള് വരുന്നുണ്ട്. അത് മാത്രമല്ല വിദേശ പ്രോഗ്രാം പോലും അമ്മ ഒഴിവാക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു, ഒരുപക്ഷെ അമ്മ ഇനിയിപ്പോൾ വിശ്രമ ജീവിതം നയിക്കാനായിരിക്കും, അതുകൊണ്ടായിരിക്കും. അല്ലെന്നേ എന്നെ ഇട്ടിട്ട് പോകാനുള്ള മടി കൊണ്ടാ. ഞാൻ ഇനിയിപ്പോൾ വല്ല കള്ളക്കാമുവിനെ വിളിച്ച് കയറ്റിയാലെന്നുള്ള പേടി കൊണ്ടായിരിക്കും. ഈ സമയം ഗീത മനസ്സിൽ പറഞ്ഞു, അതുകൊണ്ടല്ല, നിനക്ക് അസുഖം ഉള്ളതുകൊണ്ട് അമ്മ നിന്നെ ഇട്ടിട്ട് പോകാൻ മടിക്കുന്നത്. പാവം, നിനക്കത് അറിയത്തില്ല രഞ്ജു. പക്ഷെ അമ്മ ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കുമെന്ന് പറയാം. അതെന്താ രഞ്ജു നീ അങ്ങനെ പറഞ്ഞു? അമ്മയ്ക്ക് കുറെ കടങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. കടങ്ങൾ അമ്മയ്ക്കോ? പിന്നെ അമ്മയ്ക്ക് കടങ്ങളൊക്കെ ഉണ്ട്. അമ്മയാണെങ്കിൽ ഓവർ ടെൻഷൻ എടുത്ത് തലയിലേക്ക് വെച്ചേക്കുക. കാരണം അമ്മയ്ക്ക് കുറെ പ്രോപ്പർട്ടീസുകളൊക്കെ ഉണ്ടെന്ന് ശരി തന്നെ. പക്ഷേങ്കിൽ ആ പ്രോപ്പർട്ടികളൊക്കെ പലതും പല സ്ഥലത്താണ്. അമ്മയ്ക്ക് അതൊന്നും വിൽക്കാനോ ഒന്നും താല്പര്യമില്ല. ഇപ്പൊ അമ്മ പ്രോഗ്രാംസിനും കൂടെ ഒക്കെ പോവാത്തതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്ക് ഉണ്ട് താനും. ഇപ്പൊ നീ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് തന്നെ നിനക്ക് വേണ്ടിയിട്ട് 10-20 ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ട് അമ്മ എന്ത് ചെയ്തു? അമ്മയ്ക്ക് അറിയാവുന്ന ഒരാളുടെ നിന്ന് മറിക്കുകയും അങ്ങോട്ടാ ചെയ്തേ. ആ പൈസ കഴിഞ്ഞിടയ്ക്കാണ്ട കൊടുത്ത് തീർക്കുകയും ചെയ്തേ. ഇത് കേട്ടപ്പോൾ ഗീതിന് വല്ലാത്തൊരു സങ്കടമായിരുന്നു. അമ്മ ഇത്രമാത്രം റിസ്ക് എടുത്താണല്ലോ, തനിക്ക് പൈസ ഇല്ല, തനിക്ക് വേണ്ടി ചെലവാക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് പോലും കടം മേടിച്ചിട്ടാണല്ലോ തന്റെ ചികിത്സയ്ക്ക് പൈസ ചെലവാക്കിയെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം ഗീതനും വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാനിവിടെ ഉള്ളതുകൊണ്ട് അമ്മ പോവാത്ത. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, അമ്മ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ അമ്മ കേൾക്കണ്ടേന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗീത പറഞ്ഞു, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം? എന്ത് പരിഹാരം? അതൊക്കെ നമുക്ക് ഉടനെ ഉണ്ടാക്കാം, നീ കണ്ടോ എന്ന് പറയണം. പിന്നെ ആ സമയത്ത് അങ്ങോട്ട് ധ്യാനം കടന്നു വരുവാണ്. ധ്യാനം കടന്നു വന്നപ്പോഴത്തേനും ആഹാ ധ്യാൻ വന്നല്ലോ, വാ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം ഗീത പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും കൂടെ ചായയൊക്കെ എടുത്ത് കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വർഗത്തിലെ കട്ടൂറും പാ ഞാനില്ലാന്ന് പറയണം. അതെന്താ ഗീതു അങ്ങനെ പറഞ്ഞു? അല്ല, നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാകാൻ പോകുന്നതല്ലേ, നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ സംസാരിക്കാണ്ടല്ലോ, ഞാൻ എന്തിനാ വെറുതെ ഇതിനകത്ത് കിടന്ന് വിരകുന്നത്, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞ് ഗീതു അങ്ങോട്ട് പോവാണ്. ഈ സമയം ധ്യാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് മാറിക്കുക, ഞാൻ ചായ എടുക്കാന്നുണ്ട്. അതിന് ധ്യാനിന് ചായ ഉണ്ടാക്കാൻ അറിയോ? പിന്നെ അല്ലാതെ, എനിക്ക് നല്ല ചായ ഉണ്ടാക്കാനേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയായിരുന്നു നന്നായിട്ട് ചായ ഉണ്ടാക്കാൻ അറിയാന്ന്. ഓ, കാനഡയിൽ അപ്പൊ ചായക്കട നിർത്തുമായിരുന്നല്ലേന്ന് ചോദിക്കാം. കളിയാക്കൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുക, ചായ എടുക്കണം. അപ്പൊ പാൽ ചായയാണ് എടുക്കണേ. അങ്ങനെ പാൽ ചായയൊക്കെ എടുത്ത് പൊടിയെല്ലാം സെറ്റ് ആക്കിയിട്ട് പറഞ്ഞു, ഇനി ഇതൊന്ന് അടിക്കണം. ചായ അടിക്കുന്നതിൽ അതിന്റെ ടേസ്റ്റ് കൂടുതലെന്ന് പറഞ്ഞ് അടിക്കുവാണ്. അടിക്കാനായിട്ട് ചായ എടുത്തു കഴിഞ്ഞപ്പം ഞാൻ അങ്ങനെ അറിയില്ലായിരുന്നു, ചായ മുക്കാലും നിലത്ത് പോയി. പിന്നീട് പറഞ്ഞു, അതെ ആ ഗ്ലാസ് ഒക്കെ ഇങ്ങ് എടുത്ത് വെക്കുന്ന പറയണം. അങ്ങനെ ഗ്ലാസ്സിനകത്തേക്ക് അരിപ്പയ്ക്കകത്ത് ഊറ്റുന്ന സമയത്ത് പകുതി ചായ നിലത്തും ആ ഗ്ലാസ്സിനകത്തൂടെ എല്ലാം പോയി. ട്രേക്കകത്ത് നിറച്ചും ചായയായി. ഓ, ഇങ്ങനെയായിരിക്കും ചായ എടുക്കുന്നല്ലേ. ഇപ്പം മനസ്സിലായി എന്താ കൂട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേന്ന്. ചിലപ്പോൾ നിലത്തുനിന്ന് വീണ് നക്കി കുടിക്കുന്ന സ്വഭാവമായിരിക്കില്ല, അങ്ങനെയായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ എന്നും ചോദിച്ച് ധ്യാനെ കളിയാക്കുവാണ്. ധ്യാൻ ആവപ്പാടെ ചമ്മിപ്പോയി. എത്ര കളിയാക്കുവൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായി, ഇങ്ങോട്ട് മാറ്. ഇനിയിപ്പോൾ പാൽ ചായ കൊടുക്കാന്നുള്ള മോഹം മാറി. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തോളാം, പ്രശ്നം തീർന്നില്ലേ എന്ന് പറയാണ്. ധ്യാൻ ആകപ്പാടെ ചമ്മി നാണം കെട്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. പിന്നീട് ഗോവിന്ദും വിജയലക്ഷ്മിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗീതു പറഞ്ഞു, അല്ല രഞ്ജുവിനെ കാണുന്നില്ലെന്ന് ചോദിക്കുകയാണ്. അത് കുഴപ്പമില്ല, നമുക്ക് പോയാലോ, എനിക്ക് അല്പം ധൃതി ഉണ്ടെന്ന് പറയാം. അല്ല, രഞ്ജുവിനെ കണ്ടിട്ട് പോയാൽ പോരെ. ഈ സമയത്താണ് രഞ്ജു ചായയൊക്കെ ആയിട്ടും കൂടെ വരുന്നത്. ചായ ആയിട്ട് വന്നിട്ട് പറഞ്ഞു, ചായ എടുക്കാൻ പറഞ്ഞ് ഗീതിന് കൊടുക്കുവാണ്. ഗീത ചായ എടുത്തു. എന്നാ ഗോവിന്ദേട്ടാന്ന് പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ ഈ സമയത്ത് ചായ കുടിക്കാറില്ലെന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതേ ഞാൻ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചായയാന്ന് പറയണം. പിന്നെ ഓപ്ഷൻ ഇല്ലായിരുന്നു എടുക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ചായ എടുക്കുവാണ്. ചായ എടുത്ത് കുടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്നാൽ നമുക്ക് പോയാലോ എന്ന് പറയണം. ശരി, ഇറങ്ങിയേക്കാന്ന് പറയണം. ഈ സമയത്താണ് ധ്യാന്റെ ഫോണിനകത്തൊരു കോള് വരുന്നത്. ധ്യാന് കോളെടുത്ത് സംസാരിക്കുക. ആണോ? ആ ശരി ശരി, എന്നാൽ ഞാൻ എൻ്റെ മെയിലൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. പെട്ടെന്ന് ധ്യാൻ പറഞ്ഞു, അതെ എനിക്ക് ആ കമ്പനി ജോലി ചെയ്തിട്ടുണ്ട്, ഞാൻ ജോലി ശരിയായിട്ടുണ്ട്, ഞാൻ ഇന്റർവ്യൂവിന് പോയില്ലായിരുന്നോ, ആ കമ്പനി ജോലി ശരിയായെന്ന് പറയണം. ഇത് കേട്ട വിജയലക്ഷ്മി ഗോവിന്ദനെ നോക്കിയൊരു കള്ളച്ചിരി ഇരിക്കുകയാണ്. വിജയലക്ഷ്മിക്ക് മനസ്സിലായി ഗോവിന്ദ് വിളിച്ചു പറഞ്ഞുകൊണ്ട് എത്ര പെട്ടെന്ന് ജോലി സെറ്റായെന്നുള്ള കാര്യം. ഇത് കേട്ട ഉടനെ രഞ്ജു എന്ത് ചെയ്യാണ്, ധ്യാനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. ഈ സ്നേഹപ്രകടനങ്ങൾ കണ്ടപ്പോൾ ഗോവിന്ദനും ഗീതനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഗോവിന്ദ് എന്നാൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ എന്ന് പറയണം. ശരി, ഇറങ്ങാം. പിന്നീട് രഞ്ജുവിനോട് ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാട്ടോ എന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദൊന്ന് ദേഷ്യത്തോടെ ഗീതനെ നോക്കുകയാണ്. ഗീത ഒന്നും മൈൻഡ് ചെയ്തേയില്ല. അങ്ങനെ അവിടെ ഇറങ്ങി. പിന്നീട് കാറിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഗോവിന്ദനോട് പറഞ്ഞു, അല്ല കണ്ണേട്ടനോട് ഞാനൊരു കാര്യം ചെയ്ത് സത്യം പറയാന്ന് ചോദിക്കുക. അതിന് ഞാൻ എന്താ നിന്നോട് കള്ളം പറഞ്ഞിരിക്കുന്നത്, സത്യം പറയോ ഇല്ലയോ? പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറയാം, നീ ചോദിക്കുക, കാര്യം എന്താന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ധ്യാന്റെ കാര്യമൊന്നും. ധ്യാന്റെ കാര്യം എന്ത്? ധ്യാനിപ്പോ ജോലി കിട്ടിയത് ഗോവിന്ദേട്ടൻ കാരണമല്ലേന്ന് ചോദിക്കും. ഞാൻ കാരണം? ഞാൻ കാരണമൊന്നുമില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. കള്ളത്തരം പറയരുത്.
രാവിലെ ഇന്റർവ്യൂവിന് പോയിട്ട് കമ്പനിയിൽ നിന്ന് കാനഡ കമ്പനിയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് അവർ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ട് ജോലി തരാമെന്ന് പറയണമെങ്കിൽ അതിനകത്തൊരു കാര്യമില്ലാതില്ലല്ലോ. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ടെന്ന് പറയണം. ഓ അങ്ങനെയാണോ? നിനക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുമോ? എന്ത് മനസ്സിലാക്കാൻ പറ്റും? അന്ന് എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറ, എന്റെ മുഖത്ത് ഇപ്പോഴത്തെ ഭാവം എന്താന്ന് പറ, എന്റെ മനസ്സിലുള്ള എന്താന്ന് പറ എന്ന് പറയണം. ഗീത പറഞ്ഞു ശരി ഞാൻ നോക്കിയിട്ട് പറയാം. ഒരു കാര്യം ചെയ്യാം, വണ്ടി സൈഡ് ഒതുക്കാൻ പറയണം. അങ്ങനെ വണ്ടി സൈഡ് ഒതുക്കി. പിന്നീട് ഗീത ഗോവിന്ദന്റെ മുഖത്തേക്ക് നോക്കുക. കുറെ സമയം നോക്കിയിരുന്നു. ഗോവിന്ദ ദൈവമേ ഇപ്പോൾ തന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കോ, തന്റെ പ്രണയം അങ്ങനെ കണ്ടുപിടിക്കോ? ദൈവമേ ആകെപ്പാട് ടെൻഷനായിപ്പോയി ഗോവിന്ദന്. പിന്നീട് ഗീത എന്ത് ചെയ്യാണ്, ഗോവിന്ദന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുക. പെട്ടെന്ന് ഗോവിന്ദ് കണ്ണങ്ങോട്ട് പിൻവലിച്ചു. ഇവിടെ എന്റെ മുഖത്ത് നോക്കാൻ ഗീത പറയാണ്. വീണ്ടും ഗോവിന്ദ് നോക്കി. പിന്നീട് ഗീത ഇങ്ങനെ ആ മുഖത്തൊന്ന് ഇങ്ങനെ ആവാഹിച്ചെടുക്കുന്ന കൈയൊക്കെ വെച്ച് ഇങ്ങനെ തന്റെ മുഖത്തേക്ക് കൊണ്ടുവന്നിട്ട് കണ്ണം കടച്ചു. അപ്പൊ ഗോവിന്ദ് ഇങ്ങനെ ഗീതന് തന്നെ നോക്കുക. ഇവളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരു കിസ് അടിക്കാൻ തോന്നുന്നുണ്ട്. ഒരു കിസ് അങ്ങ് കൊടുത്താലോ അങ്ങോട്ട്. രണ്ടും കൽപ്പിച്ച് ഗോവിന്ദ് ഗീതന്റെ മുഖത്തിന് നേരെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഗീത പെട്ടെന്ന് കണ്ണു തുറന്നു. ഗോവിന്ദ് ഞെട്ടി അങ്ങോട്ട് മാറുവാണ്. ഗീത എനിക്കിപ്പം മനസ്സിലായി ഗോവിന്ദേന്റെ മുഖത്തെ ഭാവം എന്താന്ന്, ഗോവിന്ദേന്റെ മനസ്സിലുള്ള എന്താന്ന്. എന്താ കാര്യം പറ. ഒരു യാചകന്റെ ഭാവം എന്ന് പറയണം. യാചകന്റെ ഭാവോ? ഓ ഗോവിന്ദൻ അടിമുടി പറഞ്ഞു. യാചകന്റെ ഭാവം, അതെ. വിശന്നിട്ട് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ. ഒരു യാചകന്റെ ഭാവം. എന്തേലും തിന്നാൻ വേണം, അതല്ലേ മനസ്സിലുള്ള വിശപ്പല്ലേ ഏറ്റവും മുഖ്യമായിട്ടും ഞാൻ മുഖത്ത് കാണുന്ന ഏറ്റവും മുഖ്യമായിട്ട് അതാന്ന് പറയണം. ഇത് കേട്ടാൻ ഗോവിന്ദ് അതെ അതെ അത് തന്നെയാ. നന്നായിട്ട് മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായെന്ന് പറയാണ്. ശരി ശരി നമുക്കൊന്നാ പോയേക്കാം. എന്നാ വിട്ടു. അടുത്ത ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അല്ലെങ്കിൽ മിക്കവാറും ഗോവിന്ദൻ എന്നെ പിടിച്ച് ഇന്നു പറയാം. എന്റെ ദൈവമേ, ഇങ്ങനെ എന്റെ മന്ദബുദ്ധിനെയാണല്ലോ എനിക്ക് എന്റെ ഭാര്യയായിട്ട് കിട്ടിയത്. അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പോലും എന്ന് പറഞ്ഞ് ഗോവിന്ദ് പോവാണ്. പിന്നീട് രാധികാമ്മ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗീത മോളെയും താഴേക്ക് ഇറങ്ങി വരുന്നത്. എന്തോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇവർക്കൊട്ടൊരു പണി കൊടുക്കണം. ഇവർക്കൊട്ട് പണി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ നേരെ താഴേക്ക് ഇറങ്ങുന്ന രാധികാമ്മനെ നോക്കുകയാണ്. പക്ഷെ രാധികാമ്മ ഫോണും കട്ട് ചെയ്തു. നീ എന്താ ഗീത എന്നെ തുറച്ചു നോക്കുന്നേ? ഒന്നുമില്ല. പെട്ടെന്ന് ചോദിച്ചു എന്താ നീ എനിക്കിട്ട് തന്നെ വല്ല പാര പണിയുന്നുണ്ടോന്ന് ചോദിക്കോ. ഓ രാധികാമ്മനെ പോലെ അത്രയും പാര പണിയാനുള്ള ഇത് വൈദഗ്ധ്യമൊന്നും എനിക്കില്ലാന്ന് പറയണേ. രാധികാമ്മ ചെറിയ പാരയൊന്നും അല്ലല്ലോ പണിയുന്നേ, നല്ല കട്ട പാര തന്നെയല്ലേ പണിത് ഇത് വെച്ചേക്കണെന്ന് ചോദിക്കുക. ഓ ഞാൻ എന്ത് പാര പണിതിട്ട് ഇപ്പൊ എന്താ കാര്യം ഇരിക്കുന്നത്? നീ വിജയിച്ചില്ലെന്ന് ചോദിക്കുക. ഞാൻ വിജയിച്ചോ? അതെ, പക്ഷെ എല്ലാ കാലത്തും നിനക്ക് വിജയം കൂടെ ഉണ്ടാവും നീ കരുതണ്ട. പറഞ്ഞ കേട്ടല്ലോ. ഇപ്പൊ നിനക്കൊരു ഭാവം ഉണ്ടായിരിക്കും എല്ലാത്തരത്തും നീ ജയിച്ചെന്നൊക്കെ. അവന് കണ്ണനെ സ്വന്തമായി കഴിഞ്ഞപ്പം നീ വിജയിച്ചെന്നായിരിക്കും. പക്ഷെ അതൊക്കെ അല്പനേരത്തിന് മാത്രമുള്ള ഗീതു. നീ ഒരിടത്തും വിജയിച്ചിട്ടില്ല. നിന്റെ വിജയമൊക്കെ താൽക്കാലികമാണ്. അധികം വൈകാതെ നീ അനുഭവിക്കൂന്ന് പറഞ്ഞിട്ട് രാധിക അങ്ങോട്ട് പോവാണ്. ഇത് ഗീത ഓർത്ത് ഇത് എന്ത് പറ്റി? ഇതെന്താ ഈ പറഞ്ഞിട്ട് പോകുന്നത്? ഗീത ഒന്നും മനസ്സിലായില്ല. ഈ സമയത്ത് രേഖ അങ്ങോട്ട് വരുന്നത്. രേഖ ഇവര് തമ്മിൽ സംസാരം കേട്ടിട്ടുണ്ടായിരുന്നു. രേഖ വന്നപ്പം ഗീത എനിക്കറിയത്തില്ല അമ്മ എന്തിനാ എന്നെ വെല്ലുവിളിച്ചിട്ട് പോകുന്നത്? ഞാൻ ഏതോ കാര്യത്തിൽ വിജയിച്ചെന്നൊക്കെ പറഞ്ഞേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് വേണം. എന്റെ ഗീതു അമ്മ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? നീ പ്രഗ്നന്റ് ആന്ന് ഓർത്താ അങ്ങനെയൊക്കെ പറഞ്ഞ് നീ വിജയിച്ചെന്ന് പറഞ്ഞ്. ഇത് കേട്ടോ ഒരു നിമിഷം ഗീത ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.